നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിൽ മോചിതനായി. പുറത്തിറങ്ങിയത് 2 കേസുകളിലും ജാമ്യം ലഭിച്ചതോടെ കൊല്ലം വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചത് 10 ഉപാധികളിന്മേൽ. ജാമ്യത്തിന് വഴിയൊരുക്കിയത് കുറ്റപത്രം സമർപ്പിക്കാത്തത്. പോറ്റിയെ ചോദ്യം ചെയ്യാനൊരുങ്ങി ED. സമരം തുടരുക തന്നെ ചെയ്യുക. പ്രകടനം നടത്തിയാണ് മാമുക്കോയ അകത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി മുഖമടച്ചൊന്ന് കൊടുത്ത് പറയുന്നുണ്ട്, ഇമാതിരി സമയത്തല്ല ഇതുപോലുള്ള വർത്താനം പറയേണ്ടത് എന്ന്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിയമസഭയിൽ ഇന്നും ഭരണ പ്രതിപക്ഷ പോര്. സഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധം. നടപടികൾ വെട്ടിച്ചുരുക്കി നിയമസഭ പിരിഞ്ഞു. ശബരിമലയിലെ സ്വർണം വിറ്റത് കേരളത്തിന് പുറത്തെന്ന് പ്രതിപക്ഷ നേതാവ്. പോറ്റി പുറത്തിറങ്ങുന്നതോടെ തെളിവുകൾ നശിപ്പിക്കപ്പെടുമെന്ന് VD സതീശൻ. അന്വേഷണത്തിൽ പ്രതിപക്ഷത്തിന് ഭയമെന്ന് ഭരണപക്ഷം. ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 9 വലിയ രാജ്യങ്ങളുമായി ഇന്ത്യ വ്യാപാര കരാർ ഉണ്ടാക്കിയെന്നും പ്രധാനമന്ത്രി രാജ്യസഭയിൽ. പ്രതിപക്ഷം വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നുവെന്നും മോദി. യുവരാജാവിന് എന്തൊരു അഹങ്കാരമെന്ന് രാഹുൽ ഗാന്ധിയുടെ പേര് പരാമർശിക്കാതെ വിമർശനം. സത്യത്തെ ഭയപ്പെടുന്ന മോദി കള്ളങ്ങളിൽ അഭയം തേടുന്നുവെന്ന് രാഹുൽ ഗാന്ധി. മണിപ്പൂർ വീണ്ടും സംഘർഷഭരിതം. ചുരാചന്ദ്പൂരിൽ പോലീസിന് നേരെ കല്ലേറ്. വാഹന ഗതാഗതം തടഞ്ഞ പ്രതിഷേധക്കാർ. കുക്കി MLA മാർ സർക്കാരിന്റെ ഭാഗമായതിനെതിരെ അടച്ചുപൂട്ടൽ പ്രഖ്യാപിച്ച് സംഘടനകൾ. നാളെ പ്രതിഷേധ മാർച്ചിന് ആഹ്വാനം. ദുബായിൽ നടന്ന ആഗോള സർക്കാർ ഉച്ചകോടിക്ക് സമാപനം. ഉച്ചകോടിയുടെ വിജയം ലോകമെങ്ങുമുള്ള രാജ്യങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ വിജയമെന്ന് വ്യാഖ്യാനിക്കാമെന്ന് UAE ഭരണാധികാരികൾ. ഉച്ചകോടിയിൽ പങ്കെടുത്തത് 60ഓളം രാഷ്ട്ര നേതാക്കളും 500-ലേറെ മന്ത്രിമാരും. റോഡ് ഗതാഗത സുരക്ഷ ഉറപ്പാക്കാൻ പ്രധാനപ്പെട്ട ഹൈവേകളിൽ വാഹനങ്ങളുടെ വേഗപരിധി കുറച്ച് ഉത്തരവിറക്കിയ അബുദാബി പോലീസ്. പുതുക്കിയ വേഗപരിധി നിയമങ്ങൾ ഫെബ്രുവരി 9 മുതൽ പ്രാബല്യത്തിൽ. കുവൈറ്റിലെ ഡ്രൈവിംഗ് ലൈസൻസ് നടപടികൾ കർശനമാക്കാനും റോഡ് സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനും ഒരുങ്ങി സർക്കാർ. വിശദമായ വാർത്തകൾ നോക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചതോടെ ജയിൽ മോചിതനായി. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞ സാഹചര്യത്തിലാണ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചത്. 2 കേസുകളിലും ജാമ്യം ലഭിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയും പുറത്തിറങ്ങുന്നതോടെ കേസിൽ ജയിൽ മോചിതരാകുന്നവരുടെ എണ്ണം 4ആയി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുഖ്യപ്രതിയെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ജനുവരി 21-ന് ദ്വാരപാലക ശില്പക്കേസിൽ സ്വാഭാവിക ജാമ്യം അനുവദിച്ചതിനു പിന്നാലെ ഇന്ന് കട്ടിളപ്പാളി കേസിലും പോറ്റിക്ക് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചു. കർശന ഉപാധികളോടെയാണ് ജാമ്യം. പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുത്. ആഴ്ചയിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഹാജരാകണം. അന്വേഷണത്തെ സ്വാധീനിക്കുന്ന തരത്തിൽ ഒരിടപെടലും നടത്തരുത്. സാക്ഷികളെ സ്വാധീനിക്കാനോ സംസ്ഥാനം വിട്ട് പുറത്തു പോകാനോ പാടില്ല. കൂടാതെ 2 ലക്ഷം രൂപ വീതമുള്ള 2 പേരുടെ ആൾജാമ്യവും നൽകണം. SIT കുറ്റപത്രം സമർപ്പിക്കാത്തതും ജാമ്യത്തിന് അനുകൂല വഴിയൊരുക്കി. കേസിൽ പുറത്തിറങ്ങുന്ന 4ാമത്തെ ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ എന്നിവർക്കും സമാന സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യം ലഭിക്കുകയായിരുന്നു. S. ശ്രീകുമാറിനെ തെളിവുകളുടെ അഭാവത്തിലും വെറുതെ വിട്ടിരുന്നു. അതേസമയം കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ റിമാൻഡ് കാലാവധി നീട്ടി. 14 ദിവസത്തേക്ക് കൊല്ലം വിജിലൻസ് കോടതിയാണ് റിമാൻഡ് കാലാവധി നീട്ടിയത്. ഓൺലൈനിലൂടെയാണ് തന്ത്രി കോടതിയിൽ ഹാജരായത്. അമൃത ന്യൂസ്, കൊല്ലം. ശബരിമല വിഷയത്തിൽ തുടർച്ചയായ 3ാം ദിനവും നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ പോർവിളി. SIT അന്വേഷണം തൃപ്തികരമെന്ന ഹൈക്കോടതി പരാമർശം ഉയർത്തിക്കാട്ടി ഭരണപക്ഷവും അന്വേഷണത്തിൽ വീഴ്ചയെന്നും പ്രതികൾ പുറത്തിറങ്ങിയാൽ തെളിവുകൾ നശിപ്പിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷവും തമ്മിൽ വാക്പോര് നടന്നു. സഭാ നടപടികളുമായി സഹകരിക്കാത്ത പ്രതിപക്ഷത്തെ സ്പീക്കർ വിമർശിച്ചു. നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ച പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് പുറത്തേക്കിറങ്ങി. ബഹളത്തെ തുടർന്ന് 10 മണിയോടെ സഭ പിരിഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിനെതിരായ പ്രതിഷേധത്തിൽ നിന്ന് 1 ഇഞ്ച് പോലും പിന്നോട്ടില്ലെന്ന് ഉറപ്പിക്കുകയാണ് പ്രതിപക്ഷം. രാവിലെ 8:30യോടുകൂടി സഭയ്ക്ക് പുറത്ത് ഒരുമിച്ച് കൂടിയ UDF അംഗങ്ങൾ സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ചു. നിങ്ങളുടെ നാടുകൾ
കേരള ജനത മാപ്പ് തരില്ല. പ്രതിഷേധം. അപകടകരമായ നിലയിലേക്ക് ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയെക്കുറിച്ചുള്ള അന്വേഷണം പോവുകയാണ്. എല്ലാ പ്രതികളും പുറത്തിറങ്ങുകയും ഇനിയും അകത്തു പോകേണ്ട പ്രതികൾ പുറത്തു നിൽക്കുകയും ചെയ്യുകയാണ്. അന്വേഷണം, വ്യാപകമായ അന്വേഷണം ബാക്കിയുള്ള പ്രതികളിലേക്ക് കൂടി പോകുന്നില്ല എന്നത് അപകടകരമാണ്. തുടർന്ന് പ്രതിഷേധ മാർച്ചോടുകൂടി അകത്തേക്ക് കയറി. ചോദ്യോത്തരവേള മുതൽ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. കഴിഞ്ഞ ദിവസം സഭയിലുണ്ടായ സംഘർഷത്തിൽ പ്രതിപക്ഷ നേതാവ് വാച്ചാൻമാടുമാരെ പ്രതിക്കൂട്ടിലാക്കുകയും സ്പീക്കർ പ്രതിരോധിക്കുകയും ചെയ്തു. ഒരു പോലീസിന്റെ ബാരിക്കേഡ് മറിച്ചു കയറുന്നത് പോലെയാണ് ഇവിടെ കയറിയിട്ടുള്ളത്. ഒരു തരത്തിലും പ്രകോപനം വാച്ചൻ വാർഡിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അതേസമയം വാച്ചൻ വാർഡിനെ കൊടികെട്ടിയ, ബാനർ കെട്ടിയ വടി കൊണ്ട് അടിക്കാൻ നിങ്ങളുടെ സാമാജികന്മാർ തയ്യാറായി. സഭയിൽ കഴിഞ്ഞ ദിവസം അങ്ങ് ചില പ്രയാസങ്ങൾ പ്രകടിപ്പിച്ചു. ഞങ്ങളുടെ മെമ്പർമാര് ഡയസിലേക്ക് എരച്ചു കയറിയെന്ന്. സർ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അവരുടെ കയ്യിലുള്ള ബാനർ വാച്ച് ആൻഡ് വാർഡ് ബലമായി ഈ സഭയിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ പിടിച്ചു വലിച്ചപ്പോൾ അത് വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഡയസിലേക്ക് കയറിയത്. തുടർന്ന് സ്വർണ്ണക്കൊള്ളയിൽ മുദ്രാവാക്യങ്ങളുമായി ഇരുപക്ഷവും പോർവിളി നടത്തി. സോണിയാഗാന്ധിയും പോറ്റിയും ഒന്നിച്ചു നിൽക്കുന്ന ചിത്രം ഉയർത്തി ഭരണപക്ഷവും, അമ്പലം വിഴുങ്ങികൾ എന്ന പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിപക്ഷവും പോരടിച്ചു. SIT അന്വേഷണത്തിൽ തൃപ്തി എന്ന ഹൈക്കോടതിയുടെ പരാമർശം ഉയർത്തിക്കാട്ടിയാണ് ഭരണപക്ഷം പ്രതിരോധിച്ചത്. യഥാർത്ഥ പ്രതികളിലേക്ക് അന്വേഷണം എത്തരുത് എന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ തുടക്കം മുതലുള്ള ആഗ്രഹമെന്ന് മന്ത്രി MP രാജേഷ് ആരോപിച്ചു. സർ, ഏത് കാലത്താണ് പോറ്റി കയറിയത് എന്ന് ഇന്നലെ പുറത്തു വന്നില്ലേ? പോറ്റി കയറിയത് മരിച്ചുപോയ പരേതനായ പ്രയാർ ഗോപാലകൃഷ്ണൻ കോൺഗ്രസ് നേതാവ് പ്രസിഡന്റായിരുന്ന കാലത്തല്ലേ? അദ്ദേഹത്തറയിൽ മെമ്പറായിരുന്ന കാലത്തല്ലേ? ഇനി നിങ്ങൾക്ക് ധൈര്യമുണ്ടോ പോറ്റിയെ കേറ്റിയെ എന്ന പാട്ട് പാടാൻ? SITയുടെ അന്വേഷണത്തിൽ വീഴ്ച പറ്റിയെന്നും പ്രതികൾ പുറത്തിറങ്ങിയാൽ തെളിവുകൾ നശിപ്പിക്കുമെന്നും ഉന്നത CPM നേതാക്കളിൽ അന്വേഷണം എത്താതിരിക്കാനാണ് സർക്കാർ നീക്കമെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ഈ അന്വേഷണം മുന്നോട്ട് പോയാൽ CPMന്റെ പ്രധാനപ്പെട്ട ആളുകൾ, നേതാക്കൾ ക്യൂവിലാണ്, അവർ ജയിലിൽ പോകും എന്നുള്ള ഭയം കൊണ്ടാണ്. തുടർന്ന് സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം പുറത്തേക്കിറങ്ങി. സഭാ നടപടികളുമായി സഹകരിക്കാത്ത പ്രതിപക്ഷ നിലപാടിനെ സ്പീക്കർ വിമർശിച്ചു. 10 മണിയോടുകൂടി സഭ പിരിയുകയും ചെയ്തു. ഭരണപക്ഷ അംഗങ്ങളും ബാനറും പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ച് പുറത്തിറങ്ങി. എത്രയോ അധികം പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന നിയമസഭാ വേദിയിൽ UDF വളരെ നിഷേധാത്മകമായ നിലപാടാണ് നിയമസഭയിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രശ്നവും ചർച്ച ചെയ്യാൻ അവർ തയ്യാറല്ല. സഭാന്തരീക്ഷം അലങ്കോലമാക്കി തെരുവ് ചട്ടമ്പികളെ പോലെ അവർ പെരുമാറുകയാണ്. SIT അന്വേഷണത്തെ പിന്തുണച്ച ഹൈക്കോടതി പരാമർശം ഉയർത്തി ആരോപണങ്ങളെ സർക്കാർ നേരിട്ടാലും പ്രാഥമിക കുറ്റപത്രം പോലും നൽകാനാകാത്തത് SITയുടെ വീഴ്ചയാണെന്ന് ചൂണ്ടിക്കാട്ടി തന്നെയാണ് പ്രതിപക്ഷവും മുന്നോട്ട് പോകുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സർക്കാർ വാദങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. പയ്യന്നൂരിൽ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം V കുഞ്ഞികൃഷ്ണനെതിരെ നടപടിയെടുത്ത CPM ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ജയിലിൽ കഴിയുന്ന നേതാക്കൾക്ക് സംരക്ഷണം ഒരുക്കുകയാണ്. പ്രതികളായവരെ സർക്കാർ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നുവെന്നും അദ്ദേഹം വിമർശിച്ചു. അവിടെയാണ് ഞങ്ങൾ പറഞ്ഞത്, താൽക്കാലിക കുറ്റപത്രമെങ്കിലും സമർപ്പിച്ച് പ്രതികൾ ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് തടയാം. പ്രതികൾ ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ എന്താണ് ഒരു ക്രിമിനൽ കേസിലെ അതിൻ്റെ പ്രത്യാഘാതം എന്താണ്? തെളിവ് നശിപ്പിക്കാൻ അവർക്ക് സാധിക്കും. അവരുടെ അറിവോടെയാണ് ഈ സ്വർണം വിറ്റിട്ടുണ്ടാവുക. അവർക്കറിയാം എവിടെ ആർക്ക് കൊടുത്തു എന്ന്. അവിടെ സർക്കാരിൻ്റെ നിയന്ത്രണമുള്ള CPM നേതൃത്വം പാർട്ടി അടിസ്ഥാനത്തിൽ കൂടി അവരെ സംരക്ഷിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ CPM തന്നെയാണെന്നും കേസിൽ കൃത്യമായ അന്വേഷണം നടന്നിട്ടില്ല എന്നും കോൺഗ്രസ് നേതാവ് K സുധാകരൻ MP. ജാമ്യം കിട്ടി വരുന്നവരൊക്കെ CPMുമായി ബന്ധമുള്ളവരാണ്. കള്ളന്മാർക്കും കൊള്ളക്കാർക്കും CPM കൂട്ടുനിൽക്കുന്നുവെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. ഈ കള്ളപ്പണം, ഈ കള്ളസ്വർണം, ഈ സ്വർണം കള്ളക്കടത്തായി കൊണ്ടുപോയത് ഇവരാണ് എന്നതിൻ്റെ പിറകിൽ CPMന്റെ കരുത്തും CPMന്റെ ശക്തിയും ഈ രാജ്യത്തെ ജനങ്ങൾക്കുണ്ട്, ജനങ്ങൾക്കറിയാം എന്നതിനെക്കുറിച്ച് നിങ്ങളെല്ലാം ഒന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും വലിയ സ്വർണം അടിച്ചു കൊണ്ടുപോയിട്ട് ഒരു നല്ല അന്വേഷണം നടന്നോ? ഇല്ല. ഒരു വലിയ സാമ്പത്തിക ശേഷിയുള്ള ഒരു തൻ്റെ വീട് സെർച്ച് ചെയ്ത രീതിയിൽ അത്രയെങ്കിലും ഗൗരവത്തിൽ ഇവിടെ നടത്തിയിട്ടുണ്ടോ? ഇല്ല.
സ്വർണ്ണക്കൊള്ളയിൽ SIT കൊണ്ട് ഒന്നും നടക്കില്ല എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. യഥാർത്ഥ പ്രതികളെ കണ്ടുപിടിക്കാൻ സർക്കാരിന് താല്പര്യമുണ്ട് എങ്കിൽ CBIക്ക് വിടണം. മുഖ്യമന്ത്രിക്ക് അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ അന്വേഷണം CBIക്ക് വിടട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. ആഭ്യന്തരമന്ത്രി ഒരു വീഴ്ചയാണെന്ന് പറയുമ്പോൾ SITക്ക് ധൈര്യം ഉണ്ടാവോ അത് വീഴ്ചയല്ല എന്ന് പറയാൻ? അത് ഞാൻ ഒക്ടോബർ 3 എൻ്റെ ഒന്ന് ട്രാൻസ്ക്രിപ്റ്റ് വായിക്കും, ഞാൻ പറഞ്ഞതാണ്. കാരണം ഞാനിത് കണ്ടതാണ്. കോൺഗ്രസിൻ്റെ സമയത്ത് 2G സ്കാം നടന്നപ്പോൾ ഞാനത് എക്സ്പോസ് ചെയ്തപ്പോൾ കപിൽ സിബൽ വന്ന് പറഞ്ഞു 0 ലോസ്. എന്നിട്ട് അവരൊരു CBI കേസ് ഫയൽ ചെയ്തു, ജനങ്ങളെ ശ്രദ്ധ തിരിക്കാനും അതേസമയം സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചതിൽ സർക്കാരിന് പങ്കില്ല എന്ന് മന്ത്രി P. രാജീവ്. SITയെ നിയന്ത്രിക്കുന്നത് ഹൈക്കോടതിയാണ്. സങ്കീർണമായ കേസാണ്, കോടതി തന്നെ അഭിപ്രായപ്പെട്ടിരുന്നുവെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. അല്ല, അതിന് നമ്മൾ കാണേണ്ടത് ആ കേസിൽ ഗവൺമെൻറ്റിന് പ്രത്യേകിച്ചില്ല. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ കേസ് അവരുടെ മുൻപിലാണ്, സീൽഡ് കവറിലാണ് പ്രോഗ്രസ് റിപ്പോർട്ട് വയ്ക്കുന്നത്. അത് ഗവൺമെൻറ്റിനില്ല, അഭിഭാഷകർക്കില്ല, ആകെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മാത്രമാണ് അന്വേഷണത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്, എവിടെ എത്തി നിൽക്കുന്നു എന്നത് സംബന്ധിച്ച് ധാരണയുള്ളൂ. അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു, ഇത് ചെറിയൊരു കേസ് പോലെ പെട്ടെന്ന് കുറ്റപത്രം കൊടുത്ത് പ്രതികൾ രക്ഷപ്പെടാൻ പാടില്ല. അത് നല്ല രീതി, ഏറ്റവും മികച്ച രീതിയിലാണ് അന്വേഷണം നടക്കുന്നതെന്ന് സൂചിപ്പിക്കുകയുണ്ടായി. സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം ഊർജിതമാക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നീക്കം തുടങ്ങി. മുരാരി ബാബു ഉൾപ്പെടെയുള്ളവരുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചു. ജാമ്യം നേടി പുറത്തിറങ്ങുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉടൻ ചോദ്യം ചെയ്തേക്കും. ജാമ്യം ലഭിച്ചാൽ ഉടൻ തന്നെ പോറ്റിക്ക് സമൻസ് അയക്കാനാണ് EDയുടെ നീക്കം. പോറ്റിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാം എന്നാണ് ED കണക്കുകൂട്ടുന്നത്. അതേസമയം SITയുടെ പ്രതിപട്ടികയിലുള്ളവർക്ക് പുറമെ മറ്റു ചിലരിലേക്ക് കൂടി ED അന്വേഷണം എത്തിയേക്കും. പത്തനംതിട്ട തിരുവല്ല നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് ബാങ്കിൽ ED റെയ്ഡ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതി തന്ത്രി കണ്ഠരർ രാജീവർ 2.5 കോടി രൂപ നിക്ഷേപിച്ചുവെന്നും ആന്റോ ആന്റണി MP ഈ പണം പിൻവലിച്ചു എന്നും CPM സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനു ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് EDയുടെ റെയ്ഡ്. ബാങ്ക് ഉടമ NM രാജുവിന്റെ വീട്ടിലടക്കമാണ് പരിശോധന. ഇതേ ബാങ്കിൽ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ ED കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. കൊച്ചി, കോഴിക്കോട് യൂണിറ്റുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തിയത്. ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകം മുഴുവൻ ഇന്ത്യയുടെ ഈ പ്രാഗൽഭ്യം തിരിച്ചറിഞ്ഞു. സാമ്പത്തിക രംഗത്ത് വലിയ വികസനമാണ് ഇന്ത്യ കൈവരിച്ചത്. എല്ലാ മേഖലയിലും രാജ്യം ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യസഭയിൽ നന്ദിപ്രമേയ ചർച്ചയുടെ മറുപടി പ്രസംഗം നടത്തുകയായിരുന്നു പ്രധാനമന്ത്രി. അതേസമയം പ്രസംഗത്തിനിടെ പ്രതിഷേധിച്ച പ്രതിപക്ഷത്തെ പ്രധാനമന്ത്രി രൂക്ഷമായി പരിഹസിക്കുകയും ചെയ്തു. उम्र के उस पड़ाव पर पहुंची है हम जिन्हें बुजुर्ग के रूप में जानते हैं. हमारा देश ऐसा है जो विकास की नई ऊंचाइयां छू रहा है. उसी समय दिनों दिन हमारा देश युवा होता जा रहा है. ഇന്ത്യ-US വ്യാപാര കരാറിൽ വിശദീകരണവുമായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. പുതിയ വ്യാപാര കരാർ രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുമെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. അതേസമയം വെനസ്വേലയിൽ നിന്നും വീണ്ടും എണ്ണ ഇറക്കുമതി ചെയ്യുന്ന കാര്യം ഇന്ത്യയിലെ എണ്ണ കമ്പനികളാണ് തീരുമാനിക്കേണ്ടതെന്നും രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾ മുൻനിർത്തി അത്തരം തീരുമാനങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ റഷ്യൻ എണ്ണ ഇറക്കുമതി ഇന്ത്യ അവസാനിപ്പിച്ചോ എന്നതിൽ വ്യക്തമായ മറുപടി നൽകിയതുമില്ല. ഇന്ത്യ-അമേരിക്ക വ്യാപാര കരാർ രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ കേന്ദ്ര വാണിജ്യ മന്ത്രാലയം പാർലമെന്റിൽ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ വിദേശകാര്യ മന്ത്രാലയത്തിന് പുതുതായി ഒന്നും പറയാനില്ല എന്ന് വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. ഇന്ത്യയുടെ ദീർഘകാല ഊർജ്ജ ആവശ്യങ്ങളും വാണിജ്യപരമായ പരിഗണനകളും കണക്കിലെടുത്താണ് ഊർജ്ജ ഇറക്കുമതി സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര തീരുമാനം ജനങ്ങളെ മുന്നിൽ കണ്ടെന്നും രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കരാർ ഒപ്പിട്ട ശേഷം മാത്രമായിരിക്കും ഇന്ത്യ തീരുവ കുറയ്ക്കുകയെന്നും വിദേശകാര്യ മന്ത്രാലയം പറയുന്നു. കരാറിന്റെ പൂർണ്ണരൂപം ഉടൻ പുറത്തുവരുമെന്നും സംയുക്ത പ്രസ്താവന പുറത്തുവന്നാൽ US തീരുവ കുറയ്ക്കുമെന്നും ജയ്സ്വാൾ കൂട്ടിച്ചേർത്തു. That ensuring the energy security of 1.4 billion Indians is the supreme priority of the government. Diversifying our energy sourcing in keeping with objective market conditions
and evolving international dynamics is at the core of our strategy to ensure this. All of India's decisions are taken and will be taken with this in mind. അതേസമയം വെനസ്വേലയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് 2020 വരെ ഇന്ത്യ അവിടെ നിന്നും എണ്ണ വാങ്ങിയിരുന്നതായി രൺധീർ ജയ്സ്വാൾ ചൂണ്ടിക്കാട്ടി. വെനസ്വേലയിൽ നിന്നും വീണ്ടും എണ്ണ ഇറക്കുമതി ചെയ്യുന്ന കാര്യം ഇന്ത്യയിലെ എണ്ണ കമ്പനികളാണ് തീരുമാനിക്കേണ്ടത്. രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾ മുൻനിർത്തി അത്തരം തീരുമാനങ്ങളുമായി അവർ മുന്നോട്ടു പോകുമെന്നും വ്യക്തമാക്കുന്നു. എന്നാൽ റഷ്യൻ എണ്ണ ഇറക്കുമതി ഇന്ത്യ അവസാനിപ്പിച്ചോ എന്നതിൽ വ്യക്തമായ മറുപടി നൽകിയതുമില്ല. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. വരുന്ന മാർച്ച് മാസത്തിൽ കരാർ ഒപ്പുവെക്കുമെന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായുള്ള സംയുക്ത പ്രസ്താവന വരും ദിവസങ്ങളിൽ പുറത്തിറങ്ങുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. പരിസ്ഥിതി സൗഹൃദ വാണിജ്യ സംസ്കാരത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് ജിദ്ദ CG വിമൻ കളക്റ്റീവ് സംഘടിപ്പിച്ച ത്രിഫ്റ്റ് ഇവന്റ് ജിദ്ദയ്ക്ക് നവ്യ അനുഭവമായി. അൽബറൂത്ത് ഇന്റർനാഷണൽ സ്കൂൾ കോമ്പൗണ്ടിൽ വെച്ച് നടന്ന പരിപാടിയിൽ 100 കണക്കിന് കുടുംബങ്ങളാണ് ഒഴുകിയെത്തിയത്. ജിദ്ദ CG വിമൻ കളക്റ്റീവിന് കീഴിലുള്ള ബിസിനസ് ഇനീഷ്യേറ്റീവ് ഗ്രൂപ്പാണ് ത്രിഫ്റ്റ് ഇവന്റ് പ്രോഗ്രാമുകൾക്ക് നേതൃത്വം നൽകിയത്. പാഴ്വസ്തുക്കൾ പ്രകൃതിയിലേക്ക് വലിച്ചെറിയാതെ അതിൽ നിന്ന് പുനരുപയോഗ സാധ്യത കണ്ടെത്തുക എന്നതായിരുന്നു കൂട്ടായ്മ ലക്ഷ്യം വെച്ചത്. പരിപാടിയിൽ മാജിദ കുഞ്ഞിയും നബീൽ അബൂബക്കറും ചേർന്ന് നിത്യോപയോഗ സാധനങ്ങളെ പ്രകൃതിക്ക് ഇണങ്ങും വിധത്തിൽ പരിചയപ്പെടുത്തിയ വർക്ക്ഷോപ്പും സജിന ആസിഫിന്റെ നേതൃത്വത്തിൽ നടന്ന ഫാബ്രിക് പെയിന്റിംഗ് വർക്ക്ഷോപ്പും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. മാജിദ കുഞ്ഞി സസ്റ്റൈനബിലിറ്റിനെ കുറിച്ച് സംസാരിക്കുക. എല്ലാ സാധനങ്ങളും വേസ്റ്റ് ആയിട്ട് അത് ലാൻഡ് ഫില്ലിൽ എത്തിയതിനു ശേഷമാണ്. അപ്പോൾ നമ്മൾ ഇതിൽ കൊടുക്കാൻ ഉദ്ദേശിച്ച അവയർനെസ് എന്താണെന്ന് വെച്ചാൽ സസ്റ്റൈനബിലിറ്റി ഷുഡ് ബിഗിൻ അറ്റ് ഹോം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള നമ്മളുടെ ഫാമിലീസിലും നമ്മളുടെ ഇതിനകത്ത് നമ്മളുടെ കുട്ടികളും എങ്ങനെ ഇതിനെ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഷഫീഖ തരുൺ ലോഗോ പ്രകാശനം ചെയ്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ സമീർ അസീസ്, സ്കൂൾ പ്രിൻസിപ്പൽമാരായ സുനിൽകുമാർ, ഭുവനശ്വരി, സ്മിത സുനിൽകുമാർ, മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവർ സംസാരിച്ചു. ഭാരവാഹികളായ റഫ്സീന അഷ്ഫാഖ്, ഡോക്ടർ നിക്കിത മുഹമ്മദ്, ഷമി നജീബ്, നൂഫി ലത്തീഫ്, ബാസിമ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. സുൽഫി ഖുറദായ്, അമൃത ന്യൂസ്, ജിദ്ദ. ദുബായിൽ നടന്നുവന്ന ആഗോള സർക്കാർ ഉച്ചകോടിക്ക് സമാപനമായി. ഉച്ചകോടിയുടെ വിജയം ലോകമെങ്ങുമുള്ള രാജ്യങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ വിജയമെന്ന് വ്യാഖ്യാനിക്കാമെന്ന് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പറഞ്ഞു. ലോകത്ത് നടക്കുന്ന സർക്കാർ ഉച്ചകോടികളിൽ സുപ്രധാനമായെന്ന നേട്ടം കൈവരിക്കാൻ ദുബായ് ആതിഥ്യം വഹിച്ച ആഗോള സർക്കാർ ഉച്ചകോടിക്ക് സാധിച്ചുവെന്നും അദ്ദേഹം എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ പങ്കാളിത്തം ഇത്തവണത്തെ ആഗോള സർക്കാർ ഉച്ചകോടിക്കുണ്ടായിരുന്നു. 150ഓളം സർക്കാരുകളെ പ്രതിനിധീകരിച്ച് 60ഓളം രാഷ്ട്ര നേതാക്കളും 500-ലേറെ മന്ത്രിമാരും ഉച്ചകോടിയിൽ പങ്കെടുത്തു. റോഡ് ഗതാഗത സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി അബുദാബിയിലെ പ്രധാനപ്പെട്ട ഹൈവേകളിൽ വാഹനങ്ങളുടെ വേഗപരിധി കുറച്ചുകൊണ്ട് അബുദാബി പോലീസ് ഉത്തരവിറക്കി. അബുദാബി അൽ ഐൻ റോഡിൽ അൽ നഖ്ത മുതൽ ബനിയാസ് വരെയുള്ള ഭാഗത്ത് വേഗത 160 നിന്നും 140 കിലോമീറ്ററായാണ് പുതുക്കി നിശ്ചയിച്ചത്. അൽ റൗദ റോഡിൽ 100 കിലോമീറ്ററായും ബനിയാസ് ബ്രിഡ്ജ് കോംപ്ലക്സ് റോഡിൽ 120 കിലോമീറ്ററായും വേഗത കുറച്ചിട്ടുണ്ട്. മറ്റ് എമിറേറ്റുകളിലേതുപോലെ അബുദാബിയിൽ ഗ്രേസ് സ്പീഡ് ആനുകൂല്യം ഇല്ലാത്തതിനാൽ സൂചനാ ബോർഡുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വേഗത മറികടന്നാൽ പിഴ അടയ്ക്കേണ്ടി വരും. പുതുക്കിയ വേഗപരിധി നിയമങ്ങൾ ഫെബ്രുവരി 9 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് അധികൃതർ അറിയിച്ചു. കുവൈറ്റിലെ ഡ്രൈവിംഗ് ലൈസൻസ് നടപടികൾ കൂടുതൽ കർശനമാക്കുന്നതിനും റോഡ് സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനുമായി സർക്കാർ സമഗ്ര പരിഷ്കരണ പദ്ധതി ആവിഷ്കരിക്കുന്നു. ലൈസൻസ് നേടുന്നതിന് നിർബന്ധമായ പരിശീലനങ്ങളും കർശനമായ പരീക്ഷകളും ഉടൻ നടപ്പാക്കുമെന്ന് ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് സൗദ് അൽ സഫാഖ് അറിയിച്ചു. അപേക്ഷകർ ഡ്രൈവിംഗ് ലൈസൻസ് നേടുന്നതിന് മുൻപ് നിർബന്ധമായും പരിശീലന കോഴ്സുകൾ പൂർത്തിയാക്കുകയും പരീക്ഷ പാസ്സാകേണ്ടി വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. അജ്മാനിൽ മോട്ടോർ സൈക്കിൾ യാത്രക്കാർക്കുള്ള സുരക്ഷാ നിർദ്ദേശങ്ങൾ പോലീസ് പുറപ്പെടുവിച്ചു. മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നവർ നിർബന്ധമായും ഹെൽമറ്റ് ധരിക്കണം. ഇല്ലായെങ്കിൽ 4 ബ്ലാക്ക് പോയിന്റും 500 ദിർഹം പിഴയുമാണ് ശിക്ഷ. പുറകിലെ സീറ്റിൽ ഇരിക്കുന്നവർക്കും ഹെൽമറ്റ് നിർബന്ധമാണ്. ഇത് ലംഘിച്ചാൽ 500 ദിർഹം പിഴ ഈടാക്കും. നിശ്ചയിച്ചിട്ടുള്ള വേഗപരിധി മറികടന്നാലും പിഴ ശിക്ഷ ഉണ്ടാകും. മോട്ടോർ സൈക്കിളുകൾ ഉപയോഗിച്ച് ശബ്ദശല്യമുണ്ടാക്കിയാൽ 12 ബ്ലാക്ക് പോയിന്റും 2000 ദിർഹം പിഴയുമാണ് ശിക്ഷ. റോഡിൽ നിശ്ചിത ലൈൻ പാലിച്ച് മോട്ടോർ സൈക്കിളുകൾ ഓടിക്കണമെന്നും
ടയർ പ്രഷർ, ബ്രേക്ക് ഉൾപ്പെടെയുള്ള സുരക്ഷാ പരിശോധനകൾ നടത്തണമെന്നും പോലീസ് നിർദ്ദേശം നൽകി. സൗദിയിൽ വിവിധ നഗരങ്ങളിൽ പ്രവർത്തിക്കുന്ന 74 സ്വകാര്യ സ്കൂളുകളുടെ ലൈസൻസുകൾ വിദ്യാഭ്യാസ മന്ത്രാലയം റദ്ദാക്കി. സാധുവായ ഓപ്പറേറ്റിംഗ് ലൈസൻസ്, സുരക്ഷാ ലൈസൻസ് തുടങ്ങിയ രേഖകൾ ഇല്ല എന്നുള്ളതും വിദ്യാർത്ഥികളുടെ സുരക്ഷ, വിദ്യാഭ്യാസ നിലവാരം, അംഗീകൃത നിയമങ്ങളും വ്യവസ്ഥകളും പാലിച്ചില്ല തുടങ്ങിയ നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് സ്കൂളുകളുടെ ലൈസൻസുകൾ വിദ്യാഭ്യാസ മന്ത്രാലയം റദ്ദാക്കിയത് എന്നാണ് റിപ്പോർട്ട്. ഈ സ്കൂളുകളിൽ നിന്നും വിദ്യാർത്ഥികളെ നേരിട്ട് പൊതുവിദ്യാലയങ്ങളിലേക്ക് മാറ്റാൻ മന്ത്രാലയം സൗകര്യമൊരുക്കിയിട്ടുണ്ട്. കൂടാതെ മാതാപിതാക്കൾക്ക് ഇഷ്ടമുള്ള സ്കൂളുകളിലേക്ക് കുട്ടികളെ മാറ്റാനുമുള്ള ഓപ്ഷനും നൽകി. ഹജ്ജ് വിസകൾ ഞായറാഴ്ച മുതൽ നൽകുമെന്ന് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. വിഷൻ 2030 അനുസരിച്ച് സേവന സന്നദ്ധത വർദ്ധിപ്പിക്കാനും തീർത്ഥാടകരുടെ സുഖ സൗകര്യങ്ങൾ ഉറപ്പാക്കാനുമുള്ള സമഗ്ര പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഹജ്ജ് ചടങ്ങുകൾ ആരംഭിക്കുന്നതിന് ഏകദേശം 4 മാസം മുൻപ് വിസകൾ അനുവദിച്ചു തുടങ്ങുന്നത്. ഈ പ്രക്രിയ മാർച്ചിൽ പൂർത്തിയാക്കുകയും തീർത്ഥാടകർക്കുള്ള പ്രീ അറൈവൽ ഡേറ്റ എൻട്രി നടത്തുകയും ചെയ്യും. 2026 ഏപ്രിൽ 18 മുതൽ തീർത്ഥാടകരുടെ ആദ്യ സംഘങ്ങൾ രാജ്യത്ത് എത്തിത്തുടങ്ങും. വിദേശത്തു നിന്നുള്ള തീർത്ഥാടകർക്ക് പുണ്യസ്ഥലങ്ങളിൽ താമസ, യാത്രാ സൗകര്യങ്ങളടക്കം എല്ലാ സേവനങ്ങളും നൽകാനുള്ള കരാറുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. 7.5 ലക്ഷം തീർത്ഥാടകരുടെ രജിസ്ട്രേഷനും പൂർത്തിയായിട്ടുണ്ട്. മറ്റു വാർത്തകൾ നോക്കാം. ഒരു ഇടവേളയ്ക്ക് ശേഷം മണിപ്പൂർ വീണ്ടും സംഘർഷഭരിതം. ചുരാചന്ദ്പൂരിൽ പോലീസിന് നേരെ കല്ലേറുണ്ടായി. പ്രതിഷേധക്കാർ വാഹന ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തിയത് സംഘർഷത്തിന് ഇടയാക്കി. അതേസമയം കുക്കി MLA മാർ സർക്കാരിന്റെ ഭാഗമായതിനെതിരെ അടച്ചുപൂട്ടൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കുക്കി സംഘടനകൾ. നാളെ പ്രതിഷേധ മാർച്ചിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഭിന്നശേഷി അധ്യാപക നിയമനത്തിൽ പുതുതായി ഒന്നും പറയാനില്ലാതെ സർക്കാർ നിയമസഭയിൽ. NSS മാനേജ്മെന്റിന് അനുകൂലമായ സുപ്രീം കോടതി ഉത്തരവ് മറ്റു മാനേജ്മെന്റുകൾക്കും ബാധകമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ചട്ടം 300 അനുസരിച്ച് പ്രത്യേക പ്രസ്താവന നടത്തുകയായിരുന്നു മന്ത്രി. ഭിന്നശേഷി അധ്യാപക നിയമനത്തിൽ NSS ഒഴികെയുള്ള മാനേജ്മെന്റുകൾ സർക്കാരിനെതിരെ പ്രതിഷേധിക്കുമ്പോഴാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ നിയമസഭയിലെ പ്രസ്താവന. ഏറെ പ്രതീക്ഷയോടെയാണ് എല്ലാവരും പ്രസ്താവനയെ കാത്തിരുന്നത്. എന്നാൽ വിഷയത്തിൽ പല ഘട്ടങ്ങളിലായി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളതിനപ്പുറം കാര്യമായിട്ടൊന്നും ചട്ടം 300 പ്രകാരം മന്ത്രിക്ക് സഭയിൽ വ്യക്തമാക്കാനായില്ല. സ്കൂളിൽ മാറ്റിവെച്ചിട്ടുള്ള തസ്തികകൾ ഒഴിച്ച് ബാക്കി എല്ലാ ജനറൽ കാറ്റഗറിയിലെ തസ്തികകളിലേക്ക് നിയമന അംഗീകാരം നൽകണമെന്ന NSSന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 2025 മാർച്ച് മാസം 4 വിധി പ്രഖ്യാപിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി NSSന് മാത്രം ബാധകമാണെന്നും മറ്റുള്ളവർക്ക് അതിന്റെ ആനുകൂല്യം ലഭ്യമല്ല എന്നും പറഞ്ഞു. ഈ സന്ദർഭത്തിൽ NSS നൽകിയ വിധി മറ്റുള്ളവർക്കും ബാധകമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് തന്നെ മുകളിൽ പറഞ്ഞ സത്യവാങ്മൂലം സുപ്രീം കോടതി ഫയൽ ചെയ്തു. കേസിന്റെ വിശദാംശങ്ങളും നാൾവഴികളുമാണ് മന്ത്രി വിശദീകരിച്ചത്. NSSന് അനുകൂലമായ വിധി മറ്റു മാനേജ്മെന്റുകൾക്കും ബാധകമാക്കാൻ സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ടെന്നും ഏപ്രിൽ 14 പരിഗണിക്കുമ്പോൾ അനുകൂലമായ വിധി പ്രതീക്ഷിക്കുന്നതായും പറഞ്ഞ് മന്ത്രി പ്രസ്താവന അവസാനിപ്പിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മാത്രമാണ് സഭയിൽ മന്ത്രിയുടെ പ്രത്യേക പ്രസ്താവന എന്ന് ചുരുക്കം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ച് കെ സുധാകരൻ MP. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. MPമാർ മത്സരിക്കുന്ന കാര്യത്തിൽ 2-3 ദിവസത്തിനകം തീരുമാനമുണ്ടാകുമെന്നും സുധാകരൻ കോഴിക്കോട് പറഞ്ഞു. അത് പാർട്ടി തീരുമാനിക്കേണ്ടതാണ് മോളെ, ഞാനല്ല തീരുമാനിക്കേണ്ടത്. പാർട്ടി തീരുമാനിച്ചാൽ മത്സരിക്കണമെന്ന് പറഞ്ഞാൽ മത്സരിക്കും, മത്സരിക്കേണ്ടെന്ന് പറഞ്ഞാൽ മത്സരിക്കൂല. ഒരു തീരുമാനമായിട്ടില്ല. 2 ദിവസം കൊണ്ടാവും. ഇല്ല, അതെനിക്ക് ഞാൻ പാർട്ടി പറഞ്ഞാൽ ഞാൻ ഉണ്ടാവും, ഇല്ലെങ്കിൽ ഞാനില്ല. പറയണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ. വഞ്ചിയൂർ വിഷ്ണു രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ആരോപണത്തിന് പിന്നാലെ വിഷ്ണുവിന്റെ സഹോദരൻ വിനോദ് CPMൽ നിന്നും കോൺഗ്രസിൽ ചേർന്നു. തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് VD സതീശനിൽ നിന്നും വിനോദും സഹപ്രവർത്തകരും അംഗത്വം സ്വീകരിച്ചു. കോൺഗ്രസാണ് കേരളത്തിലെ ലെഫ്റ്റിനിസ്റ്റ് പാർട്ടി എന്നും അതുകൊണ്ടാണ് കോൺഗ്രസിൽ അംഗത്വം സ്വീകരിച്ചത് എന്നും വിനോദ് പറഞ്ഞു. രക്തസാക്ഷി ഫണ്ട് സംബന്ധിച്ച് പരാതി ഉയർത്തിയ വിഷ്ണുവിന്റെ സഹോദരൻ വിനോദും സഹപ്രവർത്തകരും ഉൾപ്പെടെ 6 പേരാണ് ഔദ്യോഗികമായി കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഷോൾ അണിയിച്ച് ഇവരെ സ്വീകരിച്ചു. വിഷ്ണുവിന്റെ പേരിൽ രക്തസാക്ഷി ഫണ്ട് ഉണ്ടാക്കി പകുതി കുടുംബത്തിന് നൽകി ബാക്കി പകുതി CPM അടിച്ചുമാറ്റിയെന്നും VD സതീശൻ പറഞ്ഞു. വിഷ്ണുവിന് വേണ്ടി ഒരു രക്തസാക്ഷി ഫണ്ട് ഉണ്ടാക്കി ഈ പാർട്ടി. അതിൽ നിന്നും പകുതി പണം കുടുംബത്തിൽ കൊടുത്തു, പകുതി പണം അടിച്ചുമാറ്റി.
എന്നിട്ട് ഇവർ ന്യായീകരിക്കുന്നത് വക്കീലിന് കൊടുത്തെന്നാണ്. കോൺഗ്രസാണ് കേരളത്തിലെ ലെഫ്റ്റിസ്റ്റ് പാർട്ടി എന്ന് മനസ്സിലാക്കിയാണ് അംഗത്വം സ്വീകരിച്ചതെന്ന് വിനോദ് പറഞ്ഞു. കോൺഗ്രസ് ആണ് കേരളത്തിലെ ലെഫ്റ്റിസ്റ്റ് എന്ന് മനസ്സിലാകുന്നതാണ് ഈ പാർട്ടിയിലേക്ക് ചേരാൻ ആവേശപൂർവ്വം വന്നത്. ഇത് ഇദ്ദേഹത്തിൻ്റെ ഈ നമ്മുടെ നേതാക്കന്മാരുടെ എല്ലാം മുന്നിൽ വെച്ച് ഇതൊരു തുടക്കമാണ്. നമ്മുടെ കേരള റാലി കഴിഞ്ഞാൽ ഉടൻ തന്നെ എനിക്കൊരു പെർമിഷൻ അവിടെ വഞ്ചൂർ പ്രദേശത്ത് ഒരു വലിയൊരു രാഷ്ട്രീയ വിശദീകരണ യോഗം, ആ സമയത്ത് വളരെ വലിയൊരു നമ്പർ ഓഫ് ആൾക്കാരെ വെച്ചുകൊണ്ട് ഈ പാർട്ടിയിലേക്ക് ചേരാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ കൂടെ തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വഞ്ചൂരിൽ കൊല്ലപ്പെട്ട വിഷ്ണുവിന്റെ രക്തസാക്ഷി ഫണ്ട് തട്ടിയെടുത്തതായി വിനോദ് ആരോപണം ഉന്നയിച്ചിരുന്നു. ഫണ്ട് തിരിമറിയിൽ നടപടി നേരിട്ട മുൻ ലോക്കൽ സെക്രട്ടറിയെ CITU ജില്ലാ സെക്രട്ടറിയാക്കിയതിൽ പ്രതിഷേധവുമായി വിനോദ് രംഗത്തെത്തിയിരുന്നു. വിഷ്ണുവിന്റെ കുടുംബത്തെ സഹായിക്കാൻ പിരിച്ച ഫണ്ടിൽ തിരിമറി നടത്തി നടപടി നേരിട്ട നേതാവിന് വീണ്ടും പദവികൾ നൽകിയതിലാണ് പാർട്ടി അംഗം കൂടിയായ സഹോദരൻ എതിർപ്പ് പരസ്യമാക്കി രംഗത്തെത്തിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളം ഫൈനലിൽ. സെമിയിൽ പഞ്ചാബിനെ 4 ഗോളിനാണ് കേരളം തകർത്തത്. 16-ാം മിനിറ്റിൽ മുഹമ്മദ് അജ്സലാണ് ആദ്യ ഗോൾ നേടിയത്. പിന്നീട് 34-ാം മിനിറ്റിലും 83-ാം മിനിറ്റിലും റിയാസ് കേരളത്തിനായി ഗോൾ വലക്കുരുക്കി. 45-ാം മിനിറ്റിൽ വിഘ്നേഷും ലക്ഷ്യം കണ്ടു. ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ സർവീസസ് ആണ് കേരളത്തിന്റെ എതിരാളി. 8ാം കിരീടമാണ് ഇരു ടീമുകളും ലക്ഷ്യം വയ്ക്കുന്നത്. കേരളത്തിന്റെ 16ാം ഫൈനലാണ് ഇത്. ISLന്റെ പുതിയ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മത്സരങ്ങൾ കൊച്ചി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ തന്നെ നടക്കും. മത്സരങ്ങൾക്കായി കോഴിക്കോട് സ്റ്റേഡിയം സജ്ജമല്ല എന്നാണ് വിലയിരുത്തൽ. ISL മത്സരങ്ങൾക്കായി GCDA എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുമെന്ന് ചെയർമാൻ K. ചന്ദ്രൻപിള്ള പറഞ്ഞു. ഉയർന്ന വാടകയും കൊച്ചി സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പാതി വഴിയിലായിരിക്കുന്നതും ചൂണ്ടിക്കാട്ടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ട് മത്സരങ്ങൾ കോഴിക്കോട്ടേക്ക് മാറ്റുന്നുവെന്ന അഭ്യൂഹങ്ങൾ പുറത്തുവന്നിരുന്നു. എന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ ഹോം മത്സരങ്ങളും ഈ ISL സീസണിലും കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ തന്നെ നടക്കുമെന്ന് GCDA ചെയർമാൻ K. ചന്ദ്രൻപിള്ള വ്യക്തമാക്കി. ബ്ലാസ്റ്റേഴ്സിനായി എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കും. ഡിസംബറിൽ സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായെന്നും ചെയർമാൻ പറഞ്ഞു. ഇത്തവണത്തെ ISL മാച്ച് കൊച്ചിയിൽ വരുന്നതിനുള്ള ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിനെയാണ് അവർ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അതുപ്രകാരം കളി കൊച്ചിയിൽ നടക്കും. ഏതാണ്ട് എല്ലാ ജോലികളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ചിലത് ബാക്കിയുണ്ട്. ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യാവുന്നതുള്ളൂ. അപ്പോൾ കളിക്കാരെല്ലാം അവരുടെ ഫീസെല്ലാം കുറച്ചൊക്കെ അംഗീകരിച്ചുകൊണ്ടാണ് ഈ കളികൾ നടക്കണമെന്ന് പറയുന്നു. ഏതാണെങ്കിലും അത് നമ്മൾ അവരുടെ റിക്വസ്റ്റ് നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യും. ഒറ്റ കാര്യമുള്ളൂ, കളി കൊച്ചിയിൽ വരിക എന്നുള്ളതാണ് പ്രയോറിറ്റി. സൗജന്യമായി കൊടുക്കാന്നൊരു നയമൊന്നും GCDA തീരുമാനിച്ചിട്ടില്ല. കളി വരിക എന്നുള്ളത് നമ്മുടെ നിശ്ചയമാണ് താനും. ഇത് രണ്ടിൻ്റെ ഇടയിലാണ് കാര്യം. കൊച്ചിയിൽ കളി നടക്കുക എന്നതാണ് പ്രധാനം. ഫീസ് കുറയ്ക്കണമെന്ന ബ്ലാസ്റ്റേഴ്സിന്റെ ആവശ്യത്തിൽ സർക്കാർ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് GCDA ചെയർമാൻ വ്യക്തമാക്കി. ഈ മാസം 22-നാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഹോം മത്സരം. അമൃത ന്യൂസ്, കൊച്ചി. മിഡിൽ ഈസ്റ്റ് ന്യൂസ് പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ YouTube ചാനൽ കാണുക. നമസ്കാരം.